നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനിയും നയനയും കൂടെ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കുവാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും CCTV ദൃശ്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ബ്ലറായിട്ട് കാണുക. ആ സമയത്ത് നയന പറഞ്ഞു, അല്ല ഇതെന്താ ഇനി ഇങ്ങനെ? അത് എടുത്ത് എനിക്ക് മനസ്സിലാത്ത എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ ആരോ കേടാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നയന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് അവര് തന്നെയായിരിക്കും. പാമ്പിനെ ആരകത്ത് കൊണ്ടേ വിട്ടോ അവര് തന്നെയായിരിക്കും. ഒടുവിൽ അവർക്കിട്ട് തന്നെ പാമ്പ് കടി ഏറ്റില്ലേ? അത് കേട്ടപ്പം അനി പറഞ്ഞു, അത് ശരിയാ ഏട്ടത്തി പറഞ്ഞ് 100% സത്യവാ. ഹും, എന്റെ അനി കേറിയ പാമ്പിനേക്കാളും ഉഗ്രവിഷമുള്ള ഇനങ്ങളാ അവരൊക്കെ, ആ രണ്ടെണ്ണങ്ങളും. അനി പറഞ്ഞു, അല്ലെങ്കിലും അവനിട്ടും അതുപോലെ തന്നെ അപ്പച്ചിക്കന് കിട്ടാനുള്ളത് തന്നെ കിട്ടിയില്ലേ? നയന പറഞ്ഞു, ഇതും കൊണ്ടൊന്നും ആയില്ല. നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട് ആ സ്വർണ്ണക്കടത്ത് കേസിൽ അവന് നല്ല പങ്കുണ്ടെന്ന്. നന്ദു അത് വെറുതെ വിടത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. നല്ല പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അനി പറഞ്ഞു, അങ്ങനെ പണി കൊടുത്താലൊന്നും അവനത് പെട്ടെന്നൊന്നും വേശില്ല. അവന്റെ സ്വഭാവം അറിയാലോ. എല്ലാം ഉഗ്രവശമുള്ള ഇനങ്ങളാ. പിന്നെ ഇനി പോരാത്തിന് ഒരുത്തിയും കൂടെ വരുന്നുണ്ട് അയർലൻഡിൽ നിന്ന് അടുത്ത ദിവസം. അതും കൂടെ വന്നു കഴിയുമ്പത്തിനും മൂന്നെണ്ണങ്ങളാവും. ഈ സമയത്ത് നയന പറഞ്ഞു, അല്ല അവള് ഇവരോടൊപ്പം കൂടുമായിരിക്കില്ലേ? അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അല്ല അവളുടെ കല്യാണം ഒക്കെ ആണല്ലേ പറഞ്ഞ് വന്നു കഴിഞ്ഞ ഉടനെ. അപ്പൊ പിന്നെ അവളെ കല്യാണം കഴിഞ്ഞും കൂടെ പോവില്ലേ? അന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്റെ പൊന്നേടത്തി. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുമല്ലോ. എല്ലാം കണക്കാ. 3 പേരെയും കൂടെ ഒരു വണ്ടിക്കടിക്കാം. അതുപോലെയാണ് മൂന്നെണ്ണങ്ങളും. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞ പോലെ മൂന്നെണ്ണം കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ വീട് മുടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. ആ സമയം നയന പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അതും പറഞ്ഞിട്ട് നയന അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അബിയെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നയന നേരെ അബിയുടെ അടുത്തേക്ക് എല്ലുവാണ്. അബിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിന്റെ അമ്മയെ പാമ്പ് കടിച്ചാല് ഞങ്ങൾക്ക് ആർക്കും ഇവിടെ വലിയ സന്തോഷമൊന്നും ഇല്ല. അല്ല സത്യം പറയടാ, ആ പാമ്പ് എങ്ങനെ ഇതിനകത്ത് കയറിയത്? അയ്യോ ഏട്ടത്തി എന്ത് ചോദ്യാ ചോദിക്കുന്നേ? പാമ്പ് എങ്ങനെ അകത്ത് കയറിയെന്ന് ഞാൻ എങ്ങനെ അറിയുന്നേ? അല്ലെങ്കിലും 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം വലിയ പെരുമ്പാമ്പ് വരെ ആൾക്കാരുടെ വീട്ടിൽ കൂടെ കയറുന്നേ. അതെ അതെ അത് ശരിയാ. എടാ അതിനേക്കാളും വലിയ പെരുമ്പാമ്പും മൂർഖനൊക്കെ അല്ലേ ഈ വീട്ടിൽ തന്നെ ഉള്ളത്. ഇനിയിപ്പോ പുറത്തുനിന്ന് ഒരു പാമ്പ് വരേണ്ട കാര്യമില്ല. ഇതെന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നേ? വേണ്ട, നീ കൂടുതൽ കിടന്ന് അഭിനയിക്കണ്ട. ആ CCTV എങ്ങനെയാ കേടായത്? CCTV കേടായെന്നോ? ഏട്ടത്തി എന്തൊക്കെയാ പറയണേ? എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അബി കൈ കഴുകുവാണ്. നിനക്ക് അറിയത്തില്ലല്ലേ? സാരമില്ല, നിന്റെ ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ഒരു പോലീസ് ഓഫീസർ നന്ദു. അവളുടെ മുന്നില് നീ സത്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വരും. ഏട്ടത്തി ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ? നീ കൂടുതലൊന്നും പറയണ്ട നീ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാടാ. പിന്നെ അത് മാത്രല്ല, ആ അനഘയുണ്ടല്ലോ പാവം, അവളെ പോയി നീ കൊല്ലാക്കൊല ചെയ്തില്ലടാ. അവളുടെ കഴുത്ത് ഞെരിച്ച് നീ കൊല്ലാൻ നോക്കിയില്ലേ? ഡോക്ടർ മൊഴി കൊടുത്തിട്ടുണ്ട് അവളെ കൊല്ലാനായിട്ടുള്ള ശ്രമമായിരുന്നു നന്ദുവിനോട്. ഈ സമയത്ത് അഭിയൊന്ന് ഞെട്ടി. അല്ല എടുത്തി ഏട്ടത്തി എന്താ അതൊക്കെ എന്നോട് പറയണേ? നീ അല്ലാടാ അവിടെ പോയത്. അപ്പൊ നീ തന്നെ അത് ചെയ്തെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അത് മാത്രല്ല പാമ്പിനെ കൊണ്ടുവന്നു. ഓഹോ, അപ്പൊ എല്ലാ കുറ്റങ്ങളും എന്റെ തലയിലേക്ക് കെട്ടിവെക്കാനാണോ ഏട്ടത്തിരിയൊക്കെ ശ്രമം? എടാ അതേടാ, നീ ചെയ്ത തെറ്റുകളൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ഈ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരേ ഒരാളുള്ളൂ, നീ മാത്രം. അപ്പൊ പിന്നെ നീ അല്ലാതെ വേറെ ആരും ചെയ്യത്തില്ല. അപ്പൊ ഞാനാണോ പ്രതി എന്നാണോ പറയണേ? അല്ല നീ മാത്രമല്ല, നിന്റെ അമ്മയുണ്ട്. കാരണം നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഇതുപോലത്തെ പരിപാടികളൊക്കെ ഈ കുടുംബത്തിൽ ചെയ്യുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, നിന്റെ പെങ്ങളൊരുത്തി വരുന്നുണ്ടല്ലോ അയർലൻഡിൽ നിന്ന്. അവള് വന്നു കഴിയുമ്പം ഈ സ്വഭാവം ആവാതിരുന്നാ മതി. ഇനി അവൾ കൂടെ ഈ സ്വഭാവമാണെങ്കിൽ നന്നായിട്ട് അനുഭവിക്കും. അവള് വേറൊരു വീട്ടിൽ ചെന്ന് ജീവിക്കാനുള്ളതാ. നിന്റെയൊക്കെ കൂടെ കൂട്ടി അവളുടെ സ്വഭാവം കൂടെ ഒന്നും കൂടെ മോശമാക്കാതിരുന്നാൽ നിനക്കൊക്കെ കൊള്ളാം. അതും പറഞ്ഞിട്ട് നയനെ അങ്ങ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അഭി ഇങ്ങനെ ചിന്തിച്ചു. ആ സമയത്ത് നയനെ വീണ്ടും റിട്ടേൺ അടിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞ, സത്യം പറയടാ, എന്നെ കൊല്ലാനാണോ നീ ആ പാമ്പിനെ കൊണ്ടുവന്നെന്ന് ചോദിക്കുകയാണ്. ഏട്ടത്തി ഞാന് വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട. നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലാനായിരിക്കും. എന്നോടും ആദർശനോടും ഒക്കെ ആണല്ലോ നിനക്ക് ദേഷ്യം കൂടുതല്. കൊള്ളാം. ഇതും പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും അബി ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത അബിയുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു ഭയം കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ജലജയുടെ അടുത്തേക്ക് നവി വന്നു. അപ്പൊ ജലജ കിടക്കുവാണ്. ആ സമയം നവി വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടമ്മ ഇപ്പം? ഇപ്പൊ വലിയ കുഴപ്പമില്ല. പാമ്പിന്റെ വിഷം അധികം ഏൽക്കാത്തോണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഈ പാമ്പ് കടിക്കുന്ന ഗ്രഹപ്പഴയാന്ന് പറയുന്നുണ്ട് എന്ന് നവ്യ പറഞ്ഞു. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അല്ലെങ്കിലും കുറെ നാളുകളായിട്ട് ഗ്രഹപ്പഴകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുവല്ലേ. ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, എനിക്ക് വയ്യാന്നറിഞ്ഞിട്ട് മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു അയർലൻഡിൽ നിന്ന്. നബി പറഞ്ഞു, എന്നെയും വിളിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അവൾ ഇങ്ങോട്ടേക്ക് വരാൻ പോവല്ലേ? അതെ, പഠിത്തമൊക്കെ കഴിഞ്ഞു, ഉടനെ അവൾ ഇങ്ങോട്ടേക്ക് വരും.
ആ, അല്ല ഇനിയിപ്പോ അവള് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് 10-22 വയസ്സായല്ലേ, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം. ഉം, അതിനിപ്പോ എന്താ, കല്യാണം നടത്തുന്നതിന് കല്യാണം നടത്താലോ. ഉം, ഓ അതിപ്പോ എങ്ങനെ നടത്തുമെന്ന് എനിക്കറിയത്തില്ല. അതെന്തമ്മ അങ്ങനെ പറഞ്ഞത്? ഏ, ഈ കുടുംബത്തിലെ തന്നെ ഒരു അംഗമല്ലേ അവളും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. ഇവിടെ ഞാനും എന്റെ മോനും നീയൊക്കെ ഇപ്പൊ പടിക്ക് പുറത്തുനിന്നൊരു അവസ്ഥയിലല്ലേ നിൽക്കുന്നേ. നമ്മളെയൊക്കെ ആരെങ്കിലും പരിഗണിക്കുവോ? ആദർശിനെയൊക്കെ പോരെ എല്ലാവർക്കും. ഇവിടെ ആദർശനല്ലേ എല്ലാം ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലല്ലോ. അത് കേട്ടതും നവ്യ പറഞ്ഞു, അല്ലെങ്കിലും ആദർശനെ പോലെ ഒരാള് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും വലിയ തെറ്റൊക്കെ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ഇപ്പോഴും കഴിയുന്നു. ആദർശനോട് ആരും ഒന്നും ചോദിക്കുന്നുമില്ല. ഉം, അതാ നവ്യെ ഇവിടുത്തെ തീരുമാനങ്ങള്. നമ്മളൊന്നും ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭൂകമ്പമാക്കി മാറ്റും. പക്ഷേങ്കിൽ അവരെ പോലുള്ളവരെ എത്ര വലിയ തെറ്റ് ചെയ്താലും അതൊന്നും ഈ കുടുംബത്തിലൊരു പ്രശ്നമല്ല. എന്റെ മോളുടെ കാര്യം ഓർക്കുമ്പോഴാ, അവളുടെ കല്യാണമൊക്കെ എങ്ങനെയെങ്കിലും നടന്നാൽ മതിയായിരുന്നു. നവ്യ പറഞ്ഞു, അല്ലെങ്കിലും ഞാനും ഇത് മുമ്പ് കണ്ടിട്ടുള്ള കാര്യങ്ങളാ. ഇപ്പൊ ഈ ഇടയായിട്ട് അഭിയാണെങ്കിൽ ആർക്കും അത്ര വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല. സാരമില്ല, എന്താന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ഈ സമയത്ത് ജലജ ഇങ്ങനെ ആലോചിച്ചു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെയൊക്കെ ആയിരുന്നു പാമ്പ് കൊത്തേണ്ടിയിരുന്നേ. ആ കൊത്ത് തിരിഞ്ഞ് എനിക്കിട്ട് കൊണ്ടാ. നബി പറയുകയും ചെയ്തു ആദർശിനെ കൊത്തിയാ മതിയായിരുന്നു. ആദർശിനായിരുന്നു പാമ്പ് കൊത്തേണ്ടിയിരുന്നെന്ന്. കാരണം അവൾക്ക് അത്ര ദേഷ്യമാണ്. അപ്പൊ ചന്തുമോളുടെ അച്ഛൻ അവളാണ്, അല്ല അവനാണെന്നുള്ള ചിന്തയായിരുന്നു അവളുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. അത് അഭിയാന്ന് അവൾ ചിന്തിക്കുന്നു പോലുമില്ല. അതുകൊണ്ടാണ് ആദർശിനെ പാമ്പ് കൊത്തണമെന്നൊക്കെ നബി പറയുന്ന പോലും. ജലജയ്ക്കാണെങ്കിലോ നായനെ കൊത്താത്തന്റെ വിഷമമുണ്ട്. എന്നാലും സാരമില്ല, ആ പാമ്പ് ഇനിയും വരും. ഇനിയും വന്നിട്ട് അവളെ കൊത്തി കൊന്നാ മതിയായിരുന്നു എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇനി പാമ്പിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുമോ എന്നൊരു ചിന്തയുണ്ട്. അതിന് നടക്കാനും പോകുന്നില്ല. എങ്ങനെയെങ്കിലും വഴിയിൽ കൂടെ പോകുമ്പോഴെങ്കിലും അവളൊരു പാമ്പ് കൊത്തി തീർത്താൽ മതിയായിരുന്നു എന്നൊക്കെ ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. എത്ര വട്ടം അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ആ സമയത്തെല്ലാം അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുക. പണി കിട്ടുന്നത് തനിക്കും. അതൊക്കെ ചിന്തിച്ചപ്പത്തേനും ജലജയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അങ്ങനെ രാത്രി കഴിഞ്ഞപ്പോൾ നന്ദു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പോലീസ് കോൺസ്റ്റബിളോട് പറഞ്ഞു, അതെ നാളെ രാവിലെ താൻ ജീപ്പുമായിട്ട് വീട്ടിലേക്ക് വരണം. അതെന്താ മാഡം? രാവിലെ വീട്ടിൽ നിന്ന് തന്നെ ആ അബിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോകണം. അവന്റെ ക്രിമിനൽ മൈൻഡ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവസാന നിമിഷം വരെ അത് പ്രവർത്തിക്കട്ടെ. അവനെ കൈയോടെ പൊക്കിയെടുക്കണം. അവൻ ചെയ്ത തെറ്റുകളൊക്കെ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ശരി മാഡം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി നന്ദു അബിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അനന്തപുരി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തിന് നയനെ ഇറങ്ങിച്ചില്ലെന്ന്. ആഹാ മോള്, ഇതെന്താ മോളെ ഇത്ര രാവിലെന്ന് ചോദിക്കണം. അല്ല അവനില്ലേ ഇവിടെ ആ അബി? അവനുണ്ടല്ലോ എന്ന് പറയണം. അവനെ ഒന്ന് കൊണ്ടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അതെ, അവിടെ മൊഴി തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഡോക്ടർ മൊഴി തന്നിട്ടുണ്ടായിരുന്നു. അതെ, ആ അനഘയെ കൊല്ലാൻ ശ്രമിച്ച അബിയാന്നുള്ള കാര്യം. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ചേച്ചി. അത് മാത്രല്ല അവന്റെ കാര്യത്തില് പല സംശയങ്ങളും എനിക്കുണ്ടായിരുന്നു. അതൊക്കെ സത്യം വന്ന് തെളിഞ്ഞു വന്നു. പല തെളിവുകളും എനിക്ക് അവനെതിരെ കിട്ടിയിട്ടുണ്ട്. അവനെ പൊക്കിക്കൊണ്ടു പോകാനിട്ട് ഞാൻ വന്നതാ. അപ്പോഴേക്കാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. അബി വന്നപ്പം ചോദിച്ചു, അല്ല എന്താ നന്ദു? നന്ദുവോ? അതെ, നീ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. പോലീസ് സ്റ്റേഷനിലേക്ക്? ഞാനോ? എന്തിന്? നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. അയ്യോ, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? ആ അനഘയെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള കാര്യം ഡോക്ടർ മൊഴി വന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല വേറെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചോദിച്ചറിയണം. മര്യാദയ്ക്ക് വന്ന് കയറുന്നാ നിനക്ക് നല്ലത്. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു. ജലജ വന്നിട്ട് ചോദിച്ചു, എന്താ നീ എന്താ പറയണേ? എന്റെ മോനെ കൊണ്ടോണെന്നോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ അനാവശ്യമായിട്ട് എന്റെ മോന്റെ ദേഹത്ത് കൈവച്ചാണ്ടല്ലോ. അല്ല സത്യം പറ, ഈ നിൽക്കുന്നവളാണോ പറഞ്ഞേ അതോ ആദർശാണോ പറഞ്ഞേ എന്റെ മോനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്ന്? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, ഇവരാരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെങ്കില് ചില കാര്യങ്ങളിലൊക്കെ ഒരു ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, തെറ്റ് ചെയ്തെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഇവനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണോ? ഓഹോ, അപ്പൊ എന്റെ മോൻ കുറ്റക്കാരനല്ലേ? എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ വരുവുള്ളെന്ന്. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വന്നു. മുത്തശ്ശൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, കണ്ടില്ലേ അച്ഛാ, ഇതേ നന്ദു വന്നിട്ട് ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, നന്ദു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവനെ ഒന്ന് വന്ന് കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ കൊണ്ടുപോക്കോ. കൊണ്ടുപോയിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യുവോ? ഇനിയിപ്പൊ തല്ലി കൊല്ലണ്ട വന്നിട്ടുണ്ടെങ്കിൽ തല്ലി കൊന്നിട്ടാണ് ശരി. സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും ഇവൻ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം കഴിഞ്ഞു. ഇനി അത് പറ്റില്ല. ആ സമയം ജലജ അന്തം വിട്ട് നിൽക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുന്നു പറഞ്ഞ കണക്ക് ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ അതിൻ്റെതായ ശിക്ഷ അനുഭവിക്കണം.
അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ദേ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇവന് അതിനകത്ത് പങ്കുണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുന്ന, അതുകൊണ്ട് തന്നെയാണ് ഇവനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അത് മാത്രമല്ല, പല കാര്യങ്ങളും ഇവൻ ചെയ്ത പങ്കിനെ കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായിട്ട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം പോലും ഇവനെ ഇവിടെ നിർത്തേണ്ട കാര്യമില്ല. ഇവനെ കൊണ്ടുപോകണം. ഇവനെ കൊണ്ടുപോയിട്ട് വേണ്ട എന്താന്ന് വെച്ചാൽ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്തു. അതിന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അത് കേട്ടപ്പോൾ ജലജയ്ക്ക് ഒട്ടും പിടിച്ചില്ല. ജലജ കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം അഭി പറഞ്ഞു, അല്ല പിന്നെ മുത്തശ്ശ, ഞാനങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലേ? നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നന്ദു തെളിയിച്ചോളും. നീ അങ്ങോട്ട് ചെന്ന് കൊടുത്താൽ മാത്രം മതി. ഈ സമയത്ത് നന്ദു പറഞ്ഞു, ഇവന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ നവ്യേച്ചിയാണ്. നവ്യേച്ചി വെച്ചാ ഇവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ ഇവൻ ചെയ്ത് കൂട്ടിയിട്ടും ഇവൻ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക നവ്യേച്ചി. അതാണ് ഇപ്പോഴത്തെ ഇവന്റെ ഏറ്റവും വലിയ ബലം. മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ അതേ കാലം ഇവന് ആ കള്ളത്തരങ്ങളും കാണിച്ച് ഇവിടെ അങ്ങോട്ട് വാഴാൻ പറ്റില്ല എന്ന് പറയണം. ഈ സമയത്ത് നവ്യ മുറിയില് തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കും. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ കൊച്ചിന്റെ കുഞ്ഞു തുണിയും മടക്കി കൊച്ചിന്റെ കാര്യം നോക്കിക്കൊണ്ടിരുന്നു. നിന്റെ ഭർത്താവുണ്ടല്ലോ, അവനെ തൂക്കി എടുത്തോണ്ട് പോകാനായിട്ട് നിന്റെ അനുജത്തി വന്നിട്ടുണ്ട്. അതെ, അവളാണ്ടെ പ്രതികളോട് സംസാരിക്കുന്ന പോലെ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും ഇവിടെ ആദർശ ചെയ്ത തെറ്റുകളൊന്നും ആർക്കും ഒന്നും കാണണ്ട. അതിനെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയാനോ ആർക്കും താല്പര്യമില്ല. പക്ഷേങ്കിൽ അബി എന്തോ വലിയ തെറ്റി എന്നും പറഞ്ഞോണ്ടാ ഇപ്പൊ അബിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് പോന്നെ. നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഇനി പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനമില്ല. നീ തന്നെ പോയി ചോദിക്ക എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ എന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നവ്യ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഈ സമയം നന്ദു അബിയോട് പറഞ്ഞു, നിനക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സ്വർണ്ണക്കടത്ത് കേസിൽ നീ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നു. എന്താ ഇവിടെ, എന്താന്ന് ഇവിടെ എന്നൊക്കെ ചോദിച്ചോണ്ട് അങ്ങോട്ട് പാഞ്ഞു വരുവാണ്. ഈ സമയത്ത് ജലജ പറഞ്ഞു, കണ്ടില്ലേ, നിന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ടാ വന്നിരിക്കുന്നത്. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തോളാനായിട്ട് ഇവന്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടാ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇനി ഇപ്പൊ നവ്യ നീ കൂടുതലൊന്നും പറയണ്ടെന്ന് മുത്തശ്ശി പറയണേ. എന്തിനാ ഇവന്റെ ചോദ്യം ചെയ്യുന്നേ? അതിന് മാത്രം എന്ത് തെറ്റാ എന്റെ ഭർത്താവ് ചെയ്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങോട്ട് ചീറുവാണ്. ആ സമയം നന്ദു പറഞ്ഞു, അതിന് തക്കതായ കാരണം ഉണ്ടായിട്ടാ നവ്യേച്ചി, അല്ലാതെ ഒരു കാരണവശാലും വെറുതെ ആരും അരം പിടിച്ചോണ്ട് പോകത്തില്ല. ഇവൻ ആ സ്വർണ്ണക്കടത്ത് കേസില് പ്രതിയാണ്. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അബിക്കാണെങ്കിൽ ജൂവലറിയിലെ ഇപ്പൊ ഒരു സ്ഥാനമില്ല, വെറും സ്റ്റാഫ് മാത്രമായിട്ടാ. അങ്ങനെയുള്ള സമയത്ത് അവൻ എന്തേലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് അവന് ഇത്രമാത്രം ഹരാസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരൊക്കെ ഈ വീട്ടിലുണ്ടല്ലോ. എന്നിട്ട് എന്തായി? അവരെയൊക്കെ ആരെങ്കിലും എന്തേലും ചെയ്തോ? അവരെയും ചോദ്യം ചെയ്ത് എന്തേലും ചെയ്തോ? അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ചേച്ചി, അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും വെറുതെ വിടത്തില്ല. ആരെങ്കിലും തെറ്റ് ചെയ്യുന്ന വെറുതെ വായം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് തെളിവുകൾ വേണം. ഇവനെതിരെ വ്യക്തമായിട്ട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവനെ എനിക്ക് ഏട്ടനായിട്ട് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവനെ ഞാൻ കണ്ടിട്ടില്ല ഏട്ടനായിട്ട്. കാരണം ഇവൻ അത്ര നല്ല ക്രിമിനൽ മൈൻഡ് ഉള്ളവനാ. നവ്യ പറഞ്ഞു, ദേ നന്ദു, നീ വെറുതെ അനാവശ്യം കാണിക്കരുത്. മുത്തശ്ശി പറഞ്ഞു, മോളെ നീ എന്തിനാ തടയേണ്ട കാര്യമൊന്നുമില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കുക തന്നെ വേണം. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഇനിയിപ്പൊ ആരൊക്കെ പറഞ്ഞാലും ശരി, ഇവനെ കൊണ്ടുപോകണ്ട, ഞാൻ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അങ്ങനെ അഭയം വിളിച്ചോണ്ട് പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ തുടങ്ങണം. അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് ഓടി ഇറങ്ങി വന്നു. നവ്യ ഓടി ഇറങ്ങിയിട്ട് വന്നിട്ട് പറഞ്ഞു, നീ എന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവല്ലേടിയും ചോദിച്ചോണ്ട് നന്ദുവിന്റെ കാരണത്തിനിട്ട് ഒറ്റ അടിയായിരുന്നു. ആ സമയം നയനെ എല്ലാരും കൂടെ പകച്ചു പോയി, ബാക്കി പോലീസുകാരും. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അടിച്ചോ, എത്ര അടി വെള്ളം ചേച്ചി തന്നോ, പക്ഷെ ഞാനത് നിന്ന് കൊള്ളത്തുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവന്റെ കാര്യത്തിൽ മാത്രം ഞാനൊരു വിട്ടുവീഴ്ചയും കാണിക്കത്തില്ല. വേണമെങ്കിൽ നന്ദുവിന് അവളുടെ കാരണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കായിരുന്നു. പക്ഷെ ചേച്ചിയാന്നുള്ള പരിഗണന കൊടുത്തു. ചേച്ചി എന്റെ കർണത്ത് തല്ലിയതുകൊണ്ടൊന്നും ഞാൻ ഇവനെ വിടാൻ പോകുന്നില്ല. ഇവനെ ഞാൻ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകും. ഇവൻ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. പിന്നെ പോലീസ്, കോടതി, ഇവന് ജാമ്യം കിട്ടണമെങ്കിൽ ഇനി കോടതി വരണം. അല്ലാതെ ഒരു കാരണവശാലും ഇവനെ ഞാൻ വിടത്തില്ല. അപ്പോഴേക്കും നബി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവനെ നീ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ പിന്നെ വേറൊരു ബന്ധവും കാണത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് നല്ല ദേഷ്യമായി. നന്ദു പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു ക്രിമിനലിന്റെ പേരിലാണെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തോടെ എനിക്ക് താല്പര്യമില്ല. ഇവനിപ്പോ പക്കാ ക്രിമിനലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധമില്ലാതിരിക്കുന്ന എനിക്ക് നല്ലത്. എന്നാലും ഇവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ജലജ പറഞ്ഞു, നബിയെ ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. നബി പറഞ്ഞു, ഇത് നന്ദു, നീ വെറുതെ അനാവശ്യം കാണിക്കരുത്. അനാവശ്യമൊന്നും അല്ല ചേച്ചി, വേണ്ട കാര്യം ഇതാ, പിടിച്ചു കയറ്റാൻ പറയണം. അങ്ങനെ അവനെയും കയറ്റിക്കൊണ്ട് പോലീസ് ജീപ്പ് അങ്ങോട്ട് പോയി.
അപ്പോഴേക്കും ജലജ വന്നിട്ട് നവ്യയോട് പറഞ്ഞു, ഞാൻ എപ്പോഴും പറയാറില്ലേ അവൻ ഈ വീട്ടിലെ പുറമ്പോക്കാന്ന്. ഇപ്പൊ തെളിയിച്ചു തന്നില്ലേ എല്ലാരും കൂടെ കൂടിയിട്ട് അവനെ അകത്താക്കാൻ ശ്രമിച്ച ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരൊക്കെ ഇവിടെ സന്തോഷത്തോടെ കഴിയണു. എന്നിട്ടോ ഇപ്പൊ കണ്ടില്ല നടക്കുന്നതൊക്കെ. നവ്യ പറഞ്ഞു, ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞൊരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ടേക്ക് പോവാ. ഈ സമയത്ത് നയന മുത്തശ്ശിയോട് പറഞ്ഞു, അവൻ വേറൊരു ക്രൂരതയും കൂടെ ചെയ്തിട്ടുണ്ട് മുത്തശ്ശി, എന്താണെന്നറിയാവോ? അനഘയുടെ കഴുത്തിന് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച് അത് ഇവനാന്ന് പറയണേ. സത്യമാണോ മോളെ? അതെ, ഡോക്ടർ മൊഴി തന്നിട്ടുണ്ട് കൊലപാതക ശ്രമം നടന്നിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ മുത്തശ്ശി വരെ ഞെട്ടിപ്പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.